ഒരു വർഷം കുറച്ച് പ്രാർത്ഥനയൊക്കെ വന്നിട്ടുള്ളവർ കണ്ട്. ആരോ പറഞ്ഞ് കുടുംബക്ഷേത്രം ഒന്നും നോക്കാത്തതിൻ്റെ കുഴപ്പമുണ്ടെന്ന് കണ്ട് ആരാണ്ട് പറഞ്ഞിട്ടൊരു വർഷം അവിടെ ഇങ്ങനെ കുറേ പടങ്ങളൊക്കെ വെച്ച് കുറച്ച് പാട്ടൊക്കെ പാടുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എല്ലാവരും മറന്നുപോയെന്ന് തോന്നുന്നു, അതങ്ങ് പോയി. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സ്വാധീനം ഞാൻ പിന്നീട് അത് മനസ്സിലാക്കുന്നത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സമൂഹങ്ങൾ വേറെ ഉണ്ട് എന്ന് കാണുന്ന വളരെ നാളിന് ശേഷം മനസ്സിലായതാണ്. മറ്റേ ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് പല മതങ്ങളിലുള്ള കൂട്ടുകാരൊക്കെ ഉണ്ട്, പക്ഷെ അവരാരെങ്കിലും അങ്ങനത്തെ ഒരു പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് തീരെ ഇല്ല. നമ്മളെല്ലാവരും കൂട്ടിയ പേര് വിളിക്കുമ്പോൾ മാത്രമാണ് അവർ മറ്റേ മതത്തിലുള്ള. ഇതിനപ്പുറത്തോട്ട് അവരുടെ ജീവിതത്തിന് എൻ്റെ ജീവിതവുമായിട്ട് വ്യത്യാസമുണ്ടെന്ന് അനുഭവിച്ചിട്ടല്ല. അതുകൊണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. അന്നത്തെ എനിക്ക് തോന്നിയ ഓർഗനൈസ്ഡ് റിലീജിയൻ ആയിരിക്കുമ്പോൾ തന്നെയും എല്ലാ ധനമുള്ളവരായിരുന്നു കൂടുതലും മതം അങ്ങനെ മെനക്കെട്ട് പോകുന്നത്. ദരിദ്രർ തീരെ കുറവാണ്. ഞാൻ എൻ്റെ അച്ഛൻ്റെ വീടിന് അവിടെ ഈ പണിയെടുക്കുന്നവരുണ്ട്. അവരാരും പള്ളിയിൽ വെള്ളിയാഴ്ച ദിവസം പള്ളിയിലൊന്ന് പോകണം എന്ന് പറഞ്ഞൊന്ന് ഓടിപ്പോയിട്ട് വരുന്നത്. അതിനപ്പുറത്തോട്ടൊന്നും ആരും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരായ മുസ്ലിം ക്രിസ്ത്യൻ കുടുംബങ്ങളിലുള്ള കുട്ടികളായിരുന്നു അവരെല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് കളിക്കുകയോ എല്ലാം ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും, പക്ഷെ അവരിങ്ങനെ ഇപ്പോൾ നമ്മൾ ഇരുന്ന് ഇങ്ങനെ മതത്തിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നവരുടെ സംസാരം ഒരിക്കലും ഉണ്ടായിട്ടേ ഇല്ല. എല്ലാവരും നീ അവിടെ പള്ളിയിൽ പോകുന്ന അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്ന, എല്ലാവരും അമ്പലത്തിൽ പോകും, എല്ലാവരും പള്ളിയിൽ പോകുന്ന പോലെയാണ്. ഉത്സവം ഉണ്ടെങ്കിൽ എല്ലാവരും പോകും. തൊട്ടടുത്തൊരു അച്ഛൻ്റെ വീടിൻ്റെ അവിടെ എത്തുമ്പോഴാണ് അവിടെ ഒരു കുരിശിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കുരിശ് അവരവിടെ ഈ സ്ഥലമൊക്കെ മേടിച്ച് അവർ വെട്ടി വൃത്തിയാക്കുന്ന സമയത്ത് ഒരു കുരിശ് കിട്ടിയത്, അതിലൊരു രൂപമുള്ള ഒരു കുരിശായിരുന്നു. അപ്പോൾ അവരതെടുത്ത് അവിടെ ഒരു പടി ഇതുപോലെ ഉണ്ടാക്കി അതിലിങ്ങനെ വെച്ച് അതിനൊരു കൂരിയൊക്കെ വെച്ച്, അപ്പോൾ എല്ലാവരും അതിനെ കുരിശു മുത്തപ്പൻ എന്ന് വിളിക്കുക. അവിടെ പള്ളിയിൽ നിന്ന് പെരുന്നാളിന് വരുന്ന ഒരു ജാഥ പോലെ വരുമ്പോൾ അവരും അവിടെ വന്ന് അതിൻ്റെ വട്ടം ചുറ്റിയിട്ട് പോകും. അമ്പലത്തിൽ നിന്ന് വരുന്നവരും അവിടെ ചെയ്യും. കാരണം ഈ അച്ഛൻ്റെ വീട്ടുകാർ അവിടെ മെഴുകുതിരി കത്തിക്കും. അവർ എല്ലാവരും അവിടെ മെഴുകുതിരി കൊണ്ടുവന്ന് കത്തിക്കുകയായിരുന്നു. പള്ളിയിൽ നിന്ന്, ക്രിസ്ത്യൻ പള്ളിയിൽ നിന്ന് വരുന്ന, അതുപോലെ തന്നെ ഇസ്ലാം പള്ളി അന്ന് അവിടെ ഒരു ചെറിയ ജാഥ പോലൊക്കെ അവർ ഇങ്ങനെ ഉണ്ടെന്നറിയിക്കുന്ന തരത്തിൽ വരുമ്പോഴും ഈ കുരിശിൻ്റെ സാധനത്തിൻ്റെ ചുറ്റിനും എല്ലാവരും നടക്കുമായിരുന്നു. ആരും എനിക്ക് തോന്നുന്നതൊരു പൊതു സ്ഥലമായിരുന്നു. കുരിശു മുത്തപ്പൻ എന്നായിരുന്നു അവർ പറയുന്നത്. ഞാൻ അവിടെ പോയിട്ട് ആദ്യമൊക്കെ ഇങ്ങനെ ദൈവവിശ്വാസമൊക്കെ പോയ ഒരു സമയത്ത് കുരിശു മുത്തപ്പനെ കുറേ ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്നങ്ങനെയാണ്, ദൈവം ഇല്ല എന്നല്ല, ഉള്ള ദൈവത്തിനോട് എതിരാ, അങ്ങനെയാണ്. അപ്പോൾ അമ്പലവും പള്ളിയൊക്കെ കാണുമ്പോൾ പോടാ എന്നൊക്കെ പറഞ്ഞ് പോകും. അങ്ങനെ ഒരു മൂച്ചുണ്ടായിരുന്നു. അതങ്ങനെ അതൊഴിച്ച് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് നമുക്കൊരു ദൈവവിശ്വാസമുണ്ട്. അങ്ങനെയായിരുന്നു അന്നുണ്ടായിരുന്നു. അതൊരു നിഷേധിക്കാനൊരു ദൈവമാണല്ലോ അല്ലേ? നിഷേധപരമായിട്ടായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്, അങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതിന് മുന്നേ പോയി അതൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ദൈവവിശ്വാസം ആയിരുന്നു ഉണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് ഈ പഠിക്കുന്ന സമയത്തൊരു 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അധ്യാപകൻ ഇങ്ങനെ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് തന്നെ ആലോചിച്ചിട്ട് അടുത്ത ആഴ്ച വെള്ളിയാഴ്ച ഒരു പീരീഡുണ്ട്, നമ്മളിതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു, ഡിസ്കസ് ചെയ്യുകയും കഥ പറയുകയൊക്കെ ചെയ്യുന്നൊരു. അപ്പോഴാണ് ഞാനിങ്ങനെ കൊതുവിനെ ഉണ്ടാക്കിയത് എന്തായാലും വിവരമുള്ള ദൈവമല്ലെന്ന് കണ്ടുപിടിച്ചത്. അങ്ങനെയായിരുന്നു ഞാൻ ദൈവത്തിനെ ഉപേക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെ എനിക്കവിടെ മെൻഷൻ ചെയ്യാനുള്ള അവസരം തരുമോ? ഒരു അനുഭവത്തിനാണ്, കൗണ്ടർ ചെയ്യല്ല, നമ്മളെ സംസാരത്തിൻ്റെ ടോണതല്ലല്ലോ. ഇതേ കൊതുകിൻ്റെ ഒരു പരാമർശം കുറേ നടത്തുന്നുണ്ട്. ഈ ഇസ്ലാമിക ഒരു കൺസെപ്റ്റ് ഫിലോസഫി പറയുന്നത് മെറ്റാഫിസിക്കലായ ഒരു തലത്തിൽ നിന്നും സൃഷ്ടാവ് മനുഷ്യനായ ഒരു പ്രവാചകനെ അറിയിച്ചു കൊടുത്ത സുവിശേഷങ്ങളാണ്, ദിവ്യബോധനമാണ് ഖുർആൻ എന്നുള്ളതാണ്. അപ്പം അതിൽ പ്രമേയവൽക്കരിക്കുന്നത് ഈച്ച, എട്ടുകാലി, പശു, ഉറുമ്പ്, പക്ഷികൾ. അപ്പോൾ മക്കയിലുള്ള ഗോത്രമൂപ്പന്മാർ പരിഹസിച്ചു
ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ചാണോ ഇത്രയും വലിയ ദൈവത്തിന് സംസാരിക്കാനുള്ളത്? അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്തിട്ട് ഖുർആൻ പറയുന്ന ഒരു വാക്ക്, നിങ്ങളതാണ് പരിഹസിക്കുന്നതെങ്കിൽ നാം കൊതുകിനെ പറ്റിയും പറയും, കൊതുകിനേക്കാൾ ചെറുതിനെ പറ്റിയും പറയുന്നു. ഈ കൊതുകിൻ്റെ അറബി ബൗലത്ത്, മസലമ്മ ബൗലത്തൻ ഫമാ ഫൗക്കാണ്. കൊതുകിനെ പറ്റിയും നാം പറയും, കൊതുകിനേക്കാൾ ചെറുതായിട്ടും പറയും. അപ്പം അത് കൊതുക് മൂക്കിലൂടെ തലച്ചോറിലേക്ക് പ്രവേശിച്ചിട്ടാണ് ഒരു ഏകാധിപതിയുടെ പതനം എന്നൊക്കെയാണ് അതിൻ്റെ ഒരു ചരിത്രം, നമ്രൂദ് എന്നൊക്കെ പറയുന്നത്. പിന്നെ അത് ഞങ്ങളെ റിലീജിയസ് ആയിട്ടുള്ളൊരു വായനയാണ്. പിന്നെ ഇവിടെ ഞാൻ ബഷീറിനെ വായിച്ചു. ഏറ്റവും നല്ല 3 സുഖങ്ങൾ ഭൗതിക ലോകത്ത്. ഒന്ന്, മുട്ടി നിൽക്കുന്ന മൂത്രം ഒഴിക്കുക. മറ്റൊന്ന്, നാട്ടുകാരും വീട്ടുകാരും ആക്ഷേപിച്ച ഒരു പുരുഷനെ ഭാര്യ ചേർത്ത് നിർത്തി സാരില്ല എന്ന് പറയുക. അത് ബഷീർ പറഞ്ഞതായിട്ടാണ് വായിച്ചത്, ബഷീർ എഴുതിയത് വായിച്ചതല്ല കേട്ടോ. അതുകൂടി നോക്കണം, ഞാൻ ഓതൻറ്റിസിറ്റി അറിയില്ല. പിന്നെ നടുപ്പുറത്ത് കൊതുക് കുത്തിയാൽ ചുമരിൽ ഇങ്ങനെ ഉരക്കുക. അപ്പോൾ ഈ കൊതുക് അതേപോലെ നന്നാറീച്ച എന്നൊക്കെ പറയും, ചെറിയ ഈച്ച, ചെറിയൊരു ഈ ചക്കയൊക്കെ പഴുത്താൽ ഇങ്ങനെ വട്ടം ചുറ്റുന്ന ഈച്ച ഒരു ഇതുണ്ടല്ലോ, അതൊക്കെ കടിക്കുക മനുഷ്യൻ്റെ ഒരു പൊട്ടൻഷ്യൽ പോയിന്റിലായിരിക്കും. അപ്പോൾ നമുക്ക് മനുഷ്യൻ്റെ ഒരു ഹെൽപ്ലെസ്നെസ്, നമുക്ക് ഈ ഭാഗത്തൂടെ കൈയിട്ടാലും എത്തുന്നില്ല, ഈ ഭാഗത്തൂടെ കൈയിട്ടാലും എത്തുന്നില്ല. അപ്പം നമ്മൾ കൊണ്ടുപോയിട്ട് കൊതുക് കടിച്ചിട്ട് ഇങ്ങനെ വരക്കുന്നതാണ്. ഇത് വളരെ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അത് ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ബേസിക്കലി നാച്ചുറലി ഒരു ഈച്ചയെ പോലെ, കൊതുകിനെ പോലെ ഒരംഗം മാത്രമാണ് എന്നുള്ള ഒരു നിസാരതയിലേക്ക് മനുഷ്യനെ എത്തിക്കാനാണ് കൊതുക് എന്നുള്ളതാണ് ഒരു ഇസ്ലാമിക് കൊതുക് ഫിലോസഫി, മോസ്കിറ്റോ ഇസ്ലാമിക് ഫിലോസഫി.